ഇങ്ങോട്ട് ഇന്ന് കുഴപ്പമില്ല കേട്ടോ, ഇന്ന് ഇവിടെ മഴയൊന്നുമില്ല. അച്ഛൂസേ നീ പോയോന്ന് ചോദിക്കണ്ട നീതു. അച്ചു കോമാളി എന്നാ ഉദ്ദേശിച്ചത്, ജോക്ക്. കവി പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്, സ്നേഹം കൊടുക്കുന്നുണ്ട്. അച്ചു സ്കൈ ഒന്നും എല്ലാം പറയുന്നുണ്ട്. നീതു സ്നേഹത്തുണ്ട്, ഒരുപാട് സ്നേഹം ഇവിടെ. കിച്ചുവാണോ ചോദിക്കുന്നുണ്ട് കാവ്യം. കാവ്യ എന്റെ ആങ്ങളെ സുന്ദരനാണെന്ന് പറയുന്നുണ്ട്. ഞാനല്ലാന്ന് പറയുന്നുണ്ട് അച്ചു. കവ്യാന്ന് വിളിക്കുന്നുണ്ട്. അതല്ലേലും നീ പറയേണ്ട ആവശ്യമില്ല, ഞാൻ സുന്ദരൻ തന്നെ. നീ പറഞ്ഞിട്ട് വേണ്ട ഇനി ലൈവിലുള്ള ആൾക്കാർ മുഴുവൻ അറിയാൻ. അത് സോപ്പിടുന്നയാടാ, സോപ്പിടുന്നവള്. അത് മനസ്സിലായി. ബാക്കി നമ്മൾ നാളെ കൊടുക്കുമല്ലോ. അച്ചു ചുമ്മാ പറഞ്ഞ കേട്ടോ, തമാശ പറയുന്നതാണ്, ഇതൊന്നും സീരിയസ് ആക്കി എടുക്കരുത് കേട്ടോ. ജോയാണ് പറഞ്ഞത്, എന്നെ എന്തിനാ പറയുന്നേന്ന് ചോദിക്കാൻ വെച്ചു. അച്ചുന്ന് വിളിച്ചിരിക്കുന്നുണ്ട് കാവ്യ. സാന്ദ്ര വന്നിട്ട് ഹലോ എന്നുണ്ട്. സാന്ദ്ര നീ ലൈവ് കട്ടാക്കിയോടാ. കാവ്യ പറ അങ്ങോട്ടെന്ന് പറയുന്നുണ്ട്. അച്ചു പോവാ. വിച്ചുട്ടാ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. വിച്ചോട്ടാ ഫുഡ് കഴിച്ചോന്ന് ആടാ ഞാൻ കഴിച്ചോടാ കഴിച്ചു. നീ കഴിച്ചോടാ. കാവ്യാന്ന് വിളിച്ചിരിക്കുന്നുണ്ട് ജോ. കിച്ചു ഞാൻ കഴിച്ചു കിടന്നു എന്ന് പറഞ്ഞിട്ട് കാവ്യ. സാന്ദ്ര വിനോദ് കൈ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ. അവൻ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് ജോ. അച്ചുന്ന് വിളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട് കാവ്യ. ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട് അച്ചു. അന്തം വിടുന്നുണ്ട്. ചില്ലുന്ന കൈ എന്ന് പറയുന്നുണ്ട്. ഞാൻ ആണ് പറഞ്ഞത് അച്ചു അല്ല എന്ന് പറഞ്ഞിട്ട് കാവ്യം. അച്ചു എന്ന് വിളിച്ച് ചിരിക്കുന്നുണ്ട് ജോ. ഹലോ രതീഷേട്ടാന്ന് വിളിക്കാൻ സാന്ദ്ര. അതായത് ഇപ്പോൾ നല്ലത് പറഞ്ഞത് തെറ്റായോന്ന് ചോദിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് അച്ചു. കാവ്യ പാവ അച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ കിച്ചു ആണോ മിടുക്കി എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട്. സാന്ദ്ര എന്താ ലൈവ് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എടാ 2 മിനിറ്റ് മുമ്പ് നോട്ട് വന്നായിരുന്നു ചോദിച്ചാട്ടോ, ഇത്രയും പേര് നിർത്തിയ പ്രശ്നം ചോദിക്കേണ്ടത്. ഇത് കണ്ണല്ലേ കാണിക്കുന്നുണ്ട്. ആയല്ലോ എന്ന് പറഞ്ഞ് ഇതാക്കുന്നുണ്ട് അച്ചു. ചിന്തിക്കുന്നുണ്ട്. സാന്ദ്രാന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട്. ജമുത്തേന്ന് വിളിക്കുന്നുണ്ട് സാന്ദ്ര. അതുപോലെ നീതി ചേച്ചി അറിയില്ല എന്ന് പറയുന്നുണ്ട്. അറിയില്ല, അറിയില്ല നീ അറിയണ്ട. കാവ്യല്ല പറഞ്ഞേ അച്ചൂസ് എന്ന് പറയുന്നുണ്ട് ജോ. ഞാൻ വീണ്ടും ഞാൻ പോയി എന്ന് പറയുന്നുണ്ട്. അതെ ജോ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ അച്ഛൻ നോക്കുന്നുണ്ട്. ഡോക്ടർ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സാന്ദ്ര. ഡോക്ടർ ഫുഡ് കഴിച്ചും ദോശയും ലബാടയും കഴിച്ചു. അച്ചല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജോ ചിരിക്കുന്നുണ്ട്. സാന്ദ്ര ഹായി എന്ന് പറഞ്ഞിട്ട് രഞ്ജി. എന്നിട്ട് എല്ലാരും എന്താണ് പരിപാടി? ഉഷാർന്ന് എല്ലാരും കഴിച്ചോ? രഞ്ജി നാളെ എത്ര മണിക്ക് എത്തും രഞ്ജി? സാമി എപ്പോഴാ ട്രൗസർ ഇടാൻ തുടങ്ങി? ഞാൻ കഴിഞ്ഞ ദിവസം മതി, പക്ഷെ ആയിക്കോടെ മാത്രമേ ഇതുമായിട്ട് കേറിയിട്ടുള്ളൂ. കേറാൻ ഇപ്പൊ 2-3 പേര് പറഞ്ഞിട്ടുണ്ട്, ആരും കേറിയിട്ടില്ല. ഞാനൊന്ന് ഇറങ്ങാം, ആരെങ്കിലും ട്രൗസറിൽ കയറുന്നു. ആയിക്കോട്ടെ. ആരെങ്കിലും കേറുന്നുണ്ട്? ജോ, നീതു, രഞ്ജി, അച്ചു, ഷെറിൻ പോയോ? സണ്ണിച്ചൻ പോയോ? അച്ചൂസേ ചുമ്മാ അറിഞ്ഞാടാ കേട്ടാ, ചുമ്മാ അറിഞ്ഞാ. നീ പാവ അച്ചൂസ്, പാവല്ലേ. നമ്മളെ മുത്താണ്, ചെങ്കാണ്, ചെങ്കിലെ ചോരയാണ്, ചെങ്കിടിപ്പാണ് അച്ചൂസ്. അല്ലേ വിച്ചു? ചെങ്കിലെ കരളാണ്, കരളാണ്, കടുകാണ്, പഞ്ചാര കട്ടിയാണ്, കൽക്കണ്ട കരിയാണ് അച്ചൂസ്. അല്ലേ അച്ചു? അച്ചു ഇപ്പം പൊങ്ങി അങ്ങ് പോവും. ദൈവമേ. ഞാനൊന്ന് ഇറങ്ങാം. ഇനിയിപ്പോ ഏറില്ല. അച്ചൂസ ഇതൊന്നും അല്ല എയറ്. എയറി കയറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഭയങ്കര സംഭവമാണ്. ഇതൊക്കെ ചെറുത് അല്ലേ വെച്ചു? അതെ അതെ, ഒന്നും ആയിട്ടില്ല. പാവം പിണങ്ങി അച്ചു. ഒന്നും ആയിട്ടില്ല. ഇതിലും കൂടുതൽ വരാൻ കിടക്കും. ഒരു 2 വരി പാടിയിട്ട് പോയിക്കോ. 2 വരി പാടിക്കോ. 2 വരിയോ? 2 വരി പാടിക്കോ. ഓക്കെ ഞാൻ പാടാം. ഒരു മിനിറ്റ്. വിച്ചു വിച്ചു കേൾക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി റൂമിന്റെ ഉള്ളിലായിരുന്നേ. വീട്ടിലെല്ലാവരും കിടന്നു. ഒന്നാമത്തെ കാര്യം എല്ലാവരും കിടന്നു. പാട്ടും കൂടെ കേട്ടിട്ടുണ്ടെങ്കിൽ ചെരവത്തടിച്ച് അടിച്ചു കൊല്ലുമെന്നാ കഴിഞ്ഞ പ്രാവശ്യം വല്യമ്മ പറഞ്ഞിരിക്കുന്നത്. അത് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഞാൻ പാടിയ പാട്ട് തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ പാടാം. അപ്പൊ നോക്കാം, 2 വരി.